ഹായ് ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് മാങ്ങാച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇടുന്നത്. അപ്പം നമ്മളിതേ ഗ്യാസ് കത്തിച്ചു പാൻ അതിലേക്ക് വെച്ച് ഫസ്റ്റ് കടുക് വറക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ആ പാനൊന്ന് ചൂടായി വരുന്ന സമയം വേണം. വെളിച്ചെണ്ണ ഒഴിച്ചു. ചൂടായി വരുന്ന എണ്ണയിലോട്ട് നമ്മൾ കടുക് വറ്റൽമുളക് ഇടാൻ പോവാണേ. കടുക് ഇനി അങ്ങോട്ട് പൊട്ടിത്തെറിച്ച് ഞങ്ങൾ നേരിട്ട് വേദനക്കുള്ള തെറിക്കട്ടെ. ആഹാ, മുളക് അതിനകത്ത് നല്ല ഫ്രൈ ആവുന്നതാണ് കൊണ്ടേ ഒരു 2-3 മുളക്. ഇതിപ്പോൾ എടുത്തിരിക്കുന്നത് 3 മാങ്ങയാണേ. 1/2 കിലോ മാങ്ങയാണ് വാങ്ങിച്ചത്. അതിനെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കേട്ടാ സൗണ്ട് കേട്ടാ, കടുക് അതിൽ കിടന്ന് പൊട്ടിത്തെറിക്കുന്ന പൊട്ടി ഞാൻ നേരത്തെ വീഴുന്നുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അരിഞ്ഞ് ചതച്ച് ഇടാം. അതിൽ കൂടി ഒന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട്. നന്നായിട്ട് വഴണ്ട് എണ്ണയിൽ കിടന്ന് ഇത് വഴണ്ട് നന്നായിട്ട് കിട്ടണം. ഇനി അതിലേക്ക് നമ്മൾ കായ ഇടുവാണ്. കട്ടക്കായമാണ്. കായപ്പൊടിയും ചേർക്കാം. നമുക്കിപ്പോൾ കയ്യിലിരിക്കുന്നത് കട്ടക്കായമാണ്. അപ്പോൾ അതും കൂടി ഒന്ന് എണ്ണയിൽ മൂപ്പിച്ച് റെഡിയാക്കി എടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി ഒരുമാതിരി പാകമായിട്ടുണ്ട്. ഇനി അതിലേക്ക് മുളക് പൊടി ചേർക്കുക. നാല് സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ 1 സ്പൂൺ ഉലുവാപ്പൊടി. 4 സ്പൂൺ മുളക് പൊടി ഇട്ടു. ഇനി അതിൻ്റെ കൂടെ 1 സ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർക്കാണേ. നല്ല പോലെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇത് നമ്മൾ ഉലുവ വാങ്ങിച്ച് വറുത്ത് വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. ഉലുവപ്പൊടി പൊടി വാങ്ങിക്കാൻ കിട്ടും തോന്നുന്നു. നമ്മൾ പക്ഷേ വാങ്ങിച്ച് പൊടിച്ചാണ് ഉപയോഗിക്കുന്നത്. തീ ചെറുതായിട്ട് കുറച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മുളക് പൊടി കരിഞ്ഞു പോകും. അല്പം വെള്ളം ഇതിലേക്ക് അല്പം വെള്ളം ഒഴിക്കണേ. ഒന്ന് തിളച്ച് വറ്റി പൊടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് കരിമീൻ മുന്നായിട്ടാണ് ഇത് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അത് തിളപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് അടുത്ത ചേർക്കുന്ന പാകത്തിന് ഉപ്പ് ചേർക്കണം. മുളക് മൂത്തപ്പഴത്തിന് നല്ല എരിവ് മണം ചുമക്കാനൊക്കെ വരുന്നു. ഇതിലേക്ക് കറിവേപ്പില ഇടാം. തിളച്ച് വന്ന മുളകിലേക്ക് അല്പം കറിവേപ്പില ഇടാൻ പോവാണ്. ഞങ്ങളിവിടെ തുമ്മി തകർക്കാണ്. അപ്പൊ കരിവേപ്പില ഇട്ടു. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന മാങ്ങ ഇടുകയാണ്. നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. കാരണം മാങ്ങ ഈ ഒരു ചൂടിലിരുന്നിട്ട് വെന്താൽ മതി. തീ കൊടുത്ത് വേവിക്കത്തില്ല. നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് അടച്ചു വെക്കുകയാണ്. ഇനി ഇതിങ്ങനെ കൊത്തി വെച്ചിട്ട് അടച്ചു വെക്കണം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ നമ്മൾ അടച്ചു വെക്കാൻ പോവാണേ. നമ്മൾ നല്ല ക്ലോസ് ചെയ്തിട്ടുണ്ടേ. അപ്പോൾ അതൊന്ന് സെറ്റായി കഴിയുമ്പോഴത്തേന് നമുക്കെടുത്ത് ഉപയോഗിക്കാം. നല്ല ഫ്രഷ് മാങ്ങാച്ചാർ റെഡി.